ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഡാൻസ് ഓഫ് ലഹരി പരിശോധനയ്ക്കിടെ ഓടി രക്ഷപ്പെട്ട നടൻ ഷൈൻ ടോം ചാക്കോ പോലീസിന് മുന്നിൽ നാളെ ഹാജരാകണം. എറണാകുളം സെൻട്രൽ ACPയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യും. നാളെ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഷൈൻ ടോം ചാക്കോയുടെ വീട്ടിലെത്തി കൊച്ചി സിറ്റി പോലീസ് നോട്ടീസ് കൈമാറി. ഷൈൻ എവിടെയുണ്ടെന്നറിയില്ലെന്ന് പിതാവ് പറഞ്ഞു. ഇപ്പോഴത്തെ പോലീസ് നടപടി ഓലപ്പാമ്പ് മാത്രമെന്ന് പരിഹാസം. പരിശോധനയ്ക്കിടെ കൊച്ചിയിലെ വേദാന്ത ഹോട്ടലിൽ നിന്ന് നടൻ ഷൈൻ ടോം ചാക്കോ ഓടിക്കളഞ്ഞത് എന്തിനാണെന്നതിലാണ് അന്വേഷണം. ഷൈൻ ടോം ചാക്കോക്കെതിരെ കേസും പരാതിയുമില്ല. എങ്കിലും ലഹരി പരിശോധനയ്ക്കിടെ ഓടിക്കളഞ്ഞ നടന്റെ നീക്കത്തിൽ പോലീസ് ദുരൂഹത സംശയിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുന്നത്. നാളെ എന്തായാലും ഹാജരാകും. നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അവർ കൈപ്പറ്റിയിട്ടുണ്ട്. നാളെ ആരെ കൈപ്പറ്റിയത്? ആർക്ക് കൊടുത്തത്? ഫാദർ ഉണ്ടായിരുന്നു. അവര് ഹാജരാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് ഷൈൻ ടോം ചാക്കോ ഹാജരാകുമെന്ന് കുടുംബത്തിന്റെ ഉറപ്പ്. അത് സ്റ്റേഷനിൽ അവർക്ക് എന്തോ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ 3 മണിക്ക് അവൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ വരും. അത് വേദാന്ത ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയതിനെ പറ്റിയിട്ടുള്ള ഒരു നോട്ടീസാണ് തന്നിരിക്കുന്നത്. ചോദിച്ചറിയാനാണ്. പോലീസ് കേസെടുക്കുകയോ ഒന്നും തന്നെ ഷൈൻ ടോം ചാക്കോയുടെ കയ്യിൽ നിന്ന് കണ്ടെടുക്കുകയോ ചെയ്യാത്ത പശ്ചാത്തലത്തിൽ ഹാജരായാലും പ്രശ്നങ്ങളില്ലെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. നഗരത്തിലെ പ്രധാന ലഹരി വിൽപ്പനക്കാരനെ തേടിയാണ് പോലീസ് ഷൈൻ ടോം ചാക്കോയുടെ ഹോട്ടൽ മുറിയിൽ പരിശോധനയ്ക്കെത്തിയത്. നമ്മൾ വേറൊരു ട്രക്ക് ഡീലറെ അന്വേഷിച്ച് പോയതാണ്. അപ്പോൾ ഹോട്ടലിൽ പരിശോധന നടത്തിയപ്പോൾ ഈ ഷൈൻ ടോം ചാക്കോ മുറി എടുത്തായിട്ട് മനസ്സിലായി. അപ്പോൾ ഇയാൾ അവിടെ ഉണ്ടാകുന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുറി ചെന്ന് മുട്ടിക്കഴിഞ്ഞപ്പോൾ കൂടെ ഉണ്ടായാലും ഒരാൾ മുറി തുറന്നു. ഇയാൾ അവിടെ നിന്ന് ചാടിപ്പോയി. നിലവിൽ ഷൈൻ തമിഴ്നാട്ടിലാണുള്ളത്. നടന്റെ മുറിയിൽ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ തെളിവുകൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ ഷൈനെതിരെ പോലീസ് കേസെടുക്കില്ല. എക്സൈസും ഷൈനെതിരെ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അഭിമുഖങ്ങളിൽ വന്നിരുന്ന അഴകുഴമ്പൻ സംസാരം നടത്തുന്ന ഷൈൻ ടോം ചാക്കോയുടെ സ്ഥിരം നമ്പറൊന്നും പോലീസിനു മുൻപിൽ വിലപ്പോകില്ല. എന്തിനാണ് ഓടിയതെന്നും ആരെ കാണാൻ വേണ്ടിയാണ് ഓടിയതെന്നും ലഹരി കയ്യിലുണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസിനു മുൻപിൽ ഷൈൻ വിശദീകരിക്കേണ്ടി വരും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. സിനിമാ സെറ്റുകളിൽ ലഹരി പരിശോധനയ്ക്കൊരുങ്ങിയ എക്സൈസ്. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടിയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. അതേസമയം നടനെതിരെ ഫിലിം ചേംബർ ഉടൻ നടപടി സ്വീകരിക്കും. നിയമ നടപടിക്ക് താല്പര്യമില്ലെന്ന് പരാതി ഉന്നയിച്ച വിൻസി അലോഷ്യസിന്റെ കുടുംബം പ്രതികരിച്ചു. നടി വിൻസി അലോഷ്യസ് ഷൈൻ ടോം ചാക്കോക്കെതിരെ നടത്തിയ വെളിപ്പെടുത്തൽ അതീവ ഗൗരവത്തോടെയാണ് സിനിമാ സംഘടനകൾ നോക്കിക്കാണുന്നത്. നടനെതിരെ ഫിലിം ചേംബർ ഉടൻ നടപടി സ്വീകരിക്കും. താരസംഘടനയായ അമ്മയിൽ നിന്ന് നടനെ സസ്പെൻഡ് ചെയ്യാനും നീക്കം നടക്കുന്നുണ്ട്. ഷൈൻ ടോം ചാക്കോയുടെ വിശദീകരണം കൂടി കേട്ട ശേഷമാകും അമ്മ നടപടി സ്വീകരിക്കുക. സൂത്രവാക്യം സിനിമയുടെ ഇന്റേണൽ കമ്മിറ്റിക്ക് മുൻപിൽ ഷൈൻ തിങ്കളാഴ്ച ഹാജരാകുമെന്ന് പിതാവ് ചാക്കോ അറിയിച്ചു. നോട്ടീസിൽ പറഞ്ഞുള്ളത് വിൻസിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചോദിച്ചു പറയാൻ വേണ്ടി ഷൈനോട് ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട് തിങ്കളാഴ്ച. അപ്പൊ ഷൈൻ ഹാജരാകും. വേറെ പ്രശ്നമൊന്നുമില്ല. ചേംബറിന്റെ നോട്ടീസല്ല, IC കമ്മിറ്റിയുടെ നോട്ടീസാണ് കിട്ടിയിരിക്കുന്നത്. അതിനെന്തായാലും ഹാജരാകും. ഷൈൻ ടോം ചാക്കോക്കെതിരായ നടിയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ സിനിമാ മേഖലയിൽ പരിശോധനകൾ ശക്തമാക്കാൻ എക്സൈസ് തീരുമാനിച്ചിട്ടുണ്ടെന്ന് മന്ത്രി MB രാജേഷ്. ഉയർന്നു വന്ന എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ വിവരങ്ങളിലും വന്ന ഇൻഫർമേഷൻസ് എല്ലാം വെച്ച് എക്സൈസിന്റെ പരിശോധനയും വിവരം തേടലും നടത്തും. സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗം നടക്കുന്നു എന്ന് ക്രെഡിബിൾ ആയിട്ട് വിവരം കിട്ടിയാൽ ആ വിവരം അയ്യോ സിനിമാ സെറ്റല്ലേ, സിനിമാ സെറ്റിന് പ്രത്യേകിച്ച് പവിത്രതയൊന്നുമില്ലല്ലോ. നിലവിലുള്ള സിനിമകൾ പൂർത്തിയാക്കാൻ ഷൈനെ അനുവദിക്കുമെങ്കിലും നടനുമായി പുതിയ കരാറിൽ ഏർപ്പെടരുതെന്ന് നിർമ്മാതാക്കൾക്ക് നിർദ്ദേശം നൽകാനാണ് സിനിമാ സംഘടനകളുടെ നീക്കം. 24 കൊച്ചി. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താമഴ കടക്കുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ DCC അധ്യക്ഷൻ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് കോൺഗ്രസിനോട് മുൻ MLA PV അൻവർ. മണ്ഡലത്തിന്റെ ചുമതലയുള്ള AP അനിൽകുമാറുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് PV അൻവർ ആവശ്യം ഉന്നയിച്ചത്. LDF ആകട്ടെ സ്ഥാനാർത്ഥി നിർണയത്തിലെ സസ്പെൻസ് തുടരുകയാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ 2 പേരുകളാണ് ആദ്യം മുതലുള്ളത്. KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത്, DCC അധ്യക്ഷൻ VS ജോയ്. ഒറ്റപ്പേരിലേക്ക് എത്താൻ ഇപ്പോഴും നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. ഇന്ന് മലപ്പുറം ഗസ്റ്റ് ഹൌസിൽ AP അനിൽകുമാറുമായി നടന്ന കൂടിക്കാഴ്ചയിലാണ് UDF സ്ഥാനാർത്ഥിയായി VS ജോയ് വരണമെന്ന ആവശ്യം PV അൻവർ മുന്നോട്ട് വെച്ചത്. VS ജോയ്ക്കാണ് വിജയസാധ്യത കൂടുതലെന്നും PV അൻവർ. അതൊക്കെ അവർക്ക് തീരുമാനിക്കാം. UDF ലീഡർഷിപ്പിന് അതിന് ഫുൾ ഫ്രീഡം ഉണ്ട്.
ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർ ആലോചിച്ച് തീരുമാനിച്ചോട്ടെ, കുഴപ്പമില്ല. അത് കൂടുതൽ ഗുണം ചെയ്യും. നിലമ്പൂരിൽ PV അൻവർ ഒരു പ്രധാന ഘടകമായിരിക്കെ അൻവറിന്റെ വാക്കുകൾ നേതൃത്വത്തിന് തള്ളിക്കളയാനാകില്ല. എല്ലാ വശങ്ങളും പരിശോധിച്ച് സ്ഥാനാർത്ഥിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് AP അനിൽകുമാർ MLA. നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ ഭൂരിപക്ഷത്തിന് അവിടെ വിജയിക്കാം. അപ്പോൾ അതിനനുസരിച്ച് സ്ഥാനാർത്ഥികൾ ആരാണ് കൂടുതൽ നല്ലത്, ഒരേപോലുള്ള സ്ഥാനാർത്ഥികൾ അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ പരിശോധിച്ച് പാർട്ടി തീരുമാനം പറയും. സജീവമായ ചർച്ചകളാണ് അണിയറയിൽ നടക്കുന്നത്. LDF സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് നിലവിൽ കടന്നിട്ടില്ലെങ്കിലും മണ്ഡലത്തിൽ അനൌദ്യോഗിക പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. 24 മലപ്പുറം. KK രാഗേഷിനെ അഭിനന്ദിച്ചുള്ള കുറിപ്പിൽ ദിവ്യ S. അയ്യർ IAS-നെതിരെ യൂത്ത് കോൺഗ്രസ് പരാതി നൽകി. ചീഫ് സെക്രട്ടറിക്കാണ് പരാതി നൽകിയത്. സംഭവത്തിൽ വിവാദം തുടരവെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി ദിവ്യ S. വീണ്ടും രംഗത്തെത്തി. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി KK രാഗേഷിനെ പുകഴ്ത്തിയ സംഭവത്തിൽ ദിവ്യയ്ക്കെതിരെ കൂടുതൽ പരാതികൾ. RYF-ന് പിന്നാലെ യൂത്ത് കോൺഗ്രസും പരാതിയുമായി രംഗത്തെത്തി. യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനാണ് ചീഫ് സെക്രട്ടറിക്കും കേന്ദ്ര പൊതുജന പരാതി പരിഹാര ഡയറക്ടർക്കും പരാതി നൽകിയത്. IAS ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചെന്നാണ് ആരോപണം. K. മുരളീധരനും യൂത്ത് കോൺഗ്രസ് നേതാക്കളുമടക്കം രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയതിന് പിന്നാലെ ഭർത്താവും കോൺഗ്രസ് നേതാവുമായ ശബരിനാഥനും ദിവ്യയെ തള്ളി. ഇതിന് പിന്നാലെയാണ് ദിവ്യ തന്നെ മറുപടിയുമായി രംഗത്തെത്തിയത്. മഴ പെയ്തു കഴിഞ്ഞ് മരം പെയ്യുന്ന പോലെ എവിടെയൊക്കെയോ ചിലമ്പുന്നതും പുലമ്പുന്നതും കേൾക്കുന്നുണ്ടെന്നും ബോധ്യമുള്ളപ്പോൾ സ്നേഹാദരവ് അർപ്പിക്കുന്നത് അന്നും ഇന്നും ഒരു പതിവാണെന്നും ദിവ്യ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. ദിവ്യ S. അയ്യരെ പിന്തുണച്ചും K. മുരളീധരനെ വിമർശിച്ചും AK ബാലൻ രംഗത്തെത്തി. വടക്കൻ പാട്ടുകളിലെ ഉണ്ണിയാർച്ചയാണ് ഞാൻ ഓർക്കുന്നത്. ഒരു ബ്യൂറോക്രസിയിലെ ഒരു ഉണ്ണിയാർച്ചയായി ദിവ്യ S. നായർ മാറിക്കഴിഞ്ഞു. അയ്യർ അവരങ്ങനെ തകർക്കാൻ കഴിയില്ല. അവരവർ ചിന്തിക്കേണ്ട കാര്യങ്ങളെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. അതിനെപ്പറ്റി ഞാൻ പ്രതികരിക്കുന്നില്ല, എനിക്ക് പ്രതികരണമില്ല. അതിൽ അവരവർ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. കർണന് പോലും അസൂയ തോന്നുന്ന KKR കവചമെന്നായിരുന്നു മുഖ്യമന്ത്രിക്കൊപ്പമുള്ള രാഗേഷിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ദിവ്യ S. അയ്യരുടെ പോസ്റ്റ്. 24 തിരുവനന്തപുരം. പത്തനംതിട്ട കോന്നി ആനക്കൂട്ടിലെ കോൺക്രീറ്റ് തൂൺ ഇളകി വീണ 4 വയസ്സുകാരനു ദാരുണാന്ത്യം. അടൂർ കടമ്പനാട് അജി ഷാരി ദമ്പതികളുടെ ഏക മകൻ അഭിറാമാണ് മരിച്ചത്. അപകടത്തിൽ വനമന്ത്രി AK ശശീന്ദ്രൻ റിപ്പോർട്ട് തേടി. ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു അപകടം. അമ്മയ്ക്കും ബന്ധുക്കൾക്കൊപ്പമാണ് 4 വയസ്സുകാരൻ അഭിറാം ആനക്കൂട്ടിലെത്തിയത്. ആനക്കൂട് സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച കോൺക്രീറ്റ് തൂണിന് സമീപം നിന്ന് കളിക്കുകയായിരുന്നു അഭിറാം. തൂണിൽ പിടിച്ച് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ തൂണ് മറിഞ്ഞ് അഭിറാമിന്റെ ദേഹത്ത് വീണു. 4 അടിയോളം ഉയരമുള്ള തൂണിന്റെ അടിയിൽ കുഞ്ഞ് അകപ്പെട്ടു. തുടർന്ന് നാട്ടുകാരും വനം വകുപ്പ് ജീവനക്കാരും ചേർന്ന് അഭിറാമിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അവനെ അങ്ങനെ പിടിച്ച് ഞങ്ങൾ അതിനകത്ത് പിടിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ ഇനി മാറി നിൽക്കുമായിരുന്നു. ഇല്ലില്ല, ഞാൻ ഒത്തിരി ദൂരെയാണ്. ഞാൻ അന്നേരം ആ കുഞ്ഞിൻ്റെ തള്ള അയ്യോ കുഞ്ഞെന്ന് പറഞ്ഞ് എടുത്തോണ്ട് വന്നപ്പോഴാണ് ഞാൻ കയറി എടുത്തോണ്ട് അങ്ങനെ ഫസ്റ്റ് അടിയിലോട്ട് ഓടിപ്പോയേ. അപകടത്തെ തുടർന്ന് ആനക്കൂട് താൽക്കാലികമായി അടച്ചു. അപകടത്തിൽ വനമന്ത്രി റിപ്പോർട്ട് തേടി. സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചെന്നും കർശന നടപടി വേണമെന്നും കോന്നി MLA KU ജുനീഷ് കുമാർ. ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്ന വീഴ്ചയല്ല കോന്നി ആനക്കൂട്ടിൽ സുരക്ഷാ ജീവനക്കാരായിട്ടുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിട്ടുള്ളത്. അവിടെ ഇങ്ങനെ ഒരു അപകട സാധ്യത അവർക്ക് മുൻകൂട്ടി കാണുവാൻ കഴിയണമായിരുന്നു. ഇത് പറയുമ്പോൾ 5 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കാണ് സുരക്ഷാ ചുമതല അവിടെ ഉണ്ടായിരുന്നത്. അവർ ആ കാര്യത്തിൽ ഗുരുതരമായ കൃത്യവിലോപം നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. തൂണുകളുടെ കാലപ്പഴക്കമാണ് അപകട കാരണമെന്നാണ് വനം വകുപ്പിന്റെ പ്രാഥമിക വിലയിരുത്തൽ. അഭിറാമിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകും. വിദേശത്തുള്ള പിതാവ് എത്തിയതിനു ശേഷമായിരിക്കും സംസ്കാരം. 24 പത്തനംതിട്ട. പാലക്കാട് ഒറ്റപ്പാലത്ത് ബന്ധുവിനെ വീട്ടിൽ വിളിച്ചു വരുത്തി വെട്ടിക്കൊന്നു. കടമ്പഴിപ്പുറം സ്വദേശിയായ രാമദാസാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വൈകുന്നേരം 5:30 സംഭവം. കണ്ണമംഗലം സ്വദേശി ഷൺമുഖനാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഷൺമുഖന്റെ അമ്പലപ്പാറയിലെ വീട്ടിൽ വെച്ചായിരുന്നു ആക്രമണം. രാംദാസും ഷൺമുഖനും മദ്യപിക്കുന്നതിനിടെ ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. മോഷണമടക്കം വിവിധ കേസുകൾ പ്രതികളാണ് ഇരുവരും.
സംഭവ സമയം വീട്ടിൽ മറ്റാരുമില്ലാതിരുന്നതിനാൽ വിശദമായ അന്വേഷണം നടക്കുകയാണ്. രാംദാസിന്റെ കാലുകൾക്കാണ് വെട്ടേറ്റത്. ശബ്ദം കേട്ട് ഓടിയെത്തിയവർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇരുവരും തമ്മിലുള്ള മുൻകാല ഇടപാടുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. 24 പാലക്കാട്. CPM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് മത്സരം. ഔദ്യോഗിക പാനലിനെതിരെ മത്സരിച്ച PA ഗോകുൽദാസിന് ലഭിച്ചത് 7 വോട്ടുകൾ മാത്രം. മുൻ MLA VK ചന്ദ്രനെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കി. 5 പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് പുനഃസംഘടിപ്പിച്ചത്. 44 അംഗ ജില്ലാ കമ്മിറ്റിയിൽ 42 പേരാണ് ഇന്ന് പങ്കെടുത്തത്. ഔദ്യോഗിക പാനലിനെതിരെ മുതിർന്ന അംഗവും VS പക്ഷക്കാരനുമായ PA ഗോകുൽദാസ് മത്സരിച്ചു. ലഭിച്ചത് 7 വോട്ടുകൾ മാത്രം. മുണ്ടൂരിൽ നിന്നുള്ള ജില്ലാ കമ്മിറ്റി അംഗവും മുൻ MLAയുമായിരുന്ന VK ചന്ദ്രനെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കി. തൃത്താല കേന്ദ്രീകരിച്ച് വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തിയതിന് VK ചന്ദ്രൻ നടപടി നേരിട്ടിരുന്നു. PK ശശി വിഭാഗക്കാരനെന്ന വിമർശനവും ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് VK ചന്ദ്രന് പുറത്തേക്കുള്ള വഴി തുറന്നു. 5 പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിയാണ് 11 അംഗ ജില്ലാ സെക്രട്ടേറിയറ്റ് പുനഃസംഘടിപ്പിച്ചത്. MR മുരളി, K പ്രേംകുമാർ MLA, സുബൈദ ഇസ്ഹാഖ്, പൊന്നുക്കുട്ടൻ, TK നൌഷാദ് എന്നിവരാണ് സെക്രട്ടേറിയറ്റിലെ പുതുമുഖങ്ങൾ. 24 പാലക്കാട്. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലെ റോഡിന് RSS സ്ഥാപകൻ KB ഹെഡ്ഗേവാറിന്റെ പേര് നൽകിയതിനെ പിന്തുണച്ചത് കോൺഗ്രസും മുസ്ലിം ലീഗുമാണെന്ന BJP നേതാവ് MS കുമാറിന്റെ ആരോപണം ശരിവെച്ച് CPIM. MS കുമാർ പറഞ്ഞത് ശരിയെന്ന് 1992-93 കാലത്ത് തിരുവനന്തപുരം നഗരസഭ CPM കൗൺസിലറും മുൻ മേയറുമായ ജയൻ ബാബു പറഞ്ഞു. നഗരസഭ രേഖകളിൽ ഇപ്പോഴും റോഡിന് ഹെഡ്ഗേവാർ എന്ന് തന്നെയാണ് പേര്. തിരുവനന്തപുരം ഫോർട്ട് ഹൈസ്കൂൾ മുതൽ വാഴപ്പള്ളി ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെ പേര് ഹെഡ്ഗേവാർ റോഡ് എന്നാണ് BJP നേതാവ് MS കുമാറിന്റെ അവകാശവാദം. 1992-93 കാലത്ത് നഗരസഭയിൽ താനാണ് റോഡിന് ഹെഡ്ഗേവാർ എന്ന പേര് നൽകണമെന്ന പ്രമേയം അവതരിപ്പിച്ചത്. പേരിടൽ പ്രമേയത്തെ പിന്തുണച്ചത് കോൺഗ്രസും മുസ്ലിം ലീഗുമെന്നും BJP നേതാവ് MS കുമാർ 24നോട് പറഞ്ഞു. LDFന്റെ എതിർപ്പിനെ അവഗണിച്ചായിരുന്നു പ്രമേയം പാസാക്കിയതെന്നും MS കുമാർ. അതായത് 32 വർഷങ്ങൾക്ക് മുമ്പ്, ശരിക്കും പറഞ്ഞാൽ 1992 ഇങ്ങനൊരു പ്രമേയം ഞാൻ അവതരിപ്പിച്ച് കൗൺസിൽ അംഗീകരിച്ചിട്ടുണ്ട്. അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിലെ മുമ്പിലുള്ള റോഡ് ഫോർട്ട് ഹൈസ്കൂൾ മുതൽ നമ്മുടെ വാഴപ്പള്ളി ജംഗ്ഷൻ വരെയുള്ള ആ റോഡിന് ഡോക്ടർ ഹെഡ്ഗേവാർ റോഡെന്ന് നാമകരണം ചെയ്ത് ബോർഡ് സ്ഥാപിക്കണം എന്നുള്ളതിൻ്റെ പ്രമേയം അംഗീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചുമ്മാ ഒരു ഷോ കാണിക്കുന്നതല്ലേ. ഇപ്പോൾ ഡോക്ടർ ഹെഡ്ഗേവാർ അവർക്ക് രാഷ്ട്രീയമായി വിയോജിപ്പുണ്ടാകാം, പക്ഷേ നേതാക്കളെ നമ്മളെല്ലാവരും എല്ലാ പാർട്ടി നേതാക്കളെ ആദരിക്കുന്നില്ല. BK നായനാർ പാർക്ക് എന്ന് പറഞ്ഞ് പുത്തിരിക്കണ്ട മൈതാനത്ത് പേരിട്ടപ്പോൾ ഞങ്ങളത് എതിർത്തില്ലല്ലോ. വാദം ശരിയെന്ന് അന്നത്തെ CPIM കൗൺസിലറായ ജയൻ ബാബു പറഞ്ഞു. 1988 അധികാരത്തിൽ വന്ന കൗൺസിലാണ്. അന്ന് 50 അംഗങ്ങളേ ഉള്ളൂ. അതിൽ 88 ആദ്യത്തെ മേയർ ഞാനായിരുന്നു. MS കുമാറിൻ്റെ ഈ പ്രമേയം വന്നത്, ഈ പ്രമേയത്തെ CPM ശക്തിയായിട്ട് എതിർത്തു. പക്ഷേ അവർക്ക് അന്ന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അതിൽ BJPയും കോൺഗ്രസിൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള വാഴോട്ടുകോടൻ രവിയായിരുന്നു ലീഡർ. BJP ലീഗിൻ്റെ ലീഡർമാരുമെല്ലാം ഒന്നിച്ച് അന്നത്തെ മേയറുടെ നേതൃത്വത്തിൽ അവർ ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ച മേയറുടെ നേതൃത്വത്തിലാണ് പ്രമേയം അവതരിപ്പിച്ചെടുത്തത്. നഗരസഭാ രേഖകളിൽ ഇപ്പോഴും റോഡിന് ഹെഡ്ഗേവാർ റോഡ് എന്നാണ് പേര്. എന്നാൽ റോഡ് വികസിപ്പിച്ചതോടെ സൂചനാ ബോർഡുകൾ ഉൾപ്പെടെ അപ്രത്യക്ഷമായി. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്ക്. ഓൺലൈൻ സൈബർ തട്ടിപ്പിൽ സിനിമാ പ്രവർത്തകർ പിടിയിൽ. മട്ടാഞ്ചേരി സ്വദേശിയിൽ നിന്നും 46 ലക്ഷം രൂപ തട്ടിയ പ്രതികളാണ് പിടിയിലായത്. അസോസിയേറ്റ് ഡയറക്ടർ ശ്രീദേവ്, കോസ്റ്റ്യൂമർ മുഹമ്മദ് റാഫി എന്നിവരാണ് അറസ്റ്റിലായത്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, എങ്ങനെയാണ് ഇവർ ഈ പണം തട്ടിപ്പ് നടത്തിയത്? ഇതിൽ ഇവർ 2 പേരേ ഉള്ളോ അതോ കൂടുതൽ പ്രതികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? വിജയകുമാർ, മട്ടാഞ്ചേരി സ്വദേശിയുടെ വാട്സാപ്പിലേക്ക് ഒരു ലിങ്ക് അയച്ചു കൊടുത്ത ഈ ലിങ്കിൽ കാണുന്ന ബിൽഡിങ്ങിനെ റേറ്റ് ചെയ്യാൻ ഇവർ ആവശ്യപ്പെട്ടു. റേറ്റ് ചെയ്താൽ കൂടുതൽ ലാഭം കിട്ടും എന്ന് പറഞ്ഞാണ് ഈ തട്ടിപ്പ് നടത്തിയത്. അങ്ങനെ റേറ്റ് ചെയ്തതിന് പിന്നാലെ തന്നെ മട്ടാഞ്ചേരി സ്വദേശിയുടെ അക്കൗണ്ടിൽ നിന്ന് പല ഘട്ടങ്ങളിലായി ഇവർ പണം തട്ടിയെടുക്കുകയായിരുന്നു. അങ്ങനെ 46 ലക്ഷം രൂപ മുഹമ്മദ് റാഫി എന്ന കോസ്റ്റ്യൂമർ തട്ടിയെടുത്തുവെന്നാണ് പോലീസിന്റെ പരിശോധനയിൽ കണ്ടെത്തിയത്. ഈ 46 ലക്ഷം രൂപ തട്ടിയെടുത്ത പണം മുഹമ്മദ് റാഫി ശ്രീദേവ് എന്ന ഈ പിടിയിലായിട്ടുള്ള അസോസിയേറ്റ് ഡയറക്ടറുടെ അക്കൗണ്ടിലേക്ക് മാറ്റി. ശ്രീദേവ് ഇത് മറ്റൊരാൾക്ക് കൈമാറി എന്നാണ് പോലീസിന്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ അറസ്റ്റുകൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഒരു കേട്ടുകേൾവില്ലാത്ത തരത്തിലുള്ള ഒരു തട്ടിപ്പാണ്. നേരത്തെ ഈ ട്രേഡിംഗുമായി ബന്ധപ്പെട്ടൊക്കെ ലിങ്ക് അയച്ചു നൽകി തട്ടിപ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് ബിൽഡിംഗ് റേറ്റ് ചെയ്യാൻ, അതായത് സ്റ്റാർ റേറ്റ് നൽകുന്നതിന് വേണ്ടിയിട്ട് ചെയ്താൽ കൂടുതൽ ലാഭം ലഭിക്കാം എന്ന പേരിലാണ് തട്ടിപ്പ് നടന്നത്. ഈ പണം പോയതിന് പിന്നാലെ ഈ യുവാവ് ഈ സൈബർ തട്ടിപ്പിന്റെ ടോൾ ഫ്രീ നമ്പറായ
1930 വിളിച്ച് 1930 വിളിച്ചാണ് ഇത്തരത്തിലൊരു പരാതി രേഖപ്പെടുത്തിയത്. പിന്നെ മട്ടാഞ്ചേരി പോലീസ് വിശദമായി അന്വേഷണം നടത്തി. മൊബൈൽ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതികളിലേക്ക് എത്തിയത്. ഇതിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. 46 ലക്ഷം രൂപയാണ് പ്രതികൾ തട്ടിയെടുത്തത്. അസോസിയേറ്റ് ഡയറക്ടർ ശ്രീദേവ്, കോസ്റ്റ്യൂമർ മുഹമ്മദ് റാഫി എന്നിവരാണ് അറസ്റ്റിലായത്. കൂടുതൽ പ്രതികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, കൂടുതൽ അറസ്റ്റിനും സാധ്യതയുണ്ട്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. കോൺഗ്രസ് മുഖപത്രം നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേട് കേസിനെ പ്രതിരോധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ യോഗം വിളിച്ചിരിക്കുകയാണ് AICC നേതൃത്വം. അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ നാളെ വൈകിട്ട് 4-നാണ് യോഗം. കേസിൽ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവർ 1ഉം 2ഉം പ്രതികളാക്കി ED കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും 1ഉം 2ഉം പ്രതികളാക്കി കുറ്റപത്രം സമർപ്പിച്ച ED നടപടിക്കെതിരെ തുടർ നീക്കങ്ങൾ ചർച്ച ചെയ്യാനാണ് കോൺഗ്രസ് നാളെ യോഗം ചേരുന്നത്. അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും മുതിർന്ന അഭിഭാഷകനും രാജ്യസഭാ എംപിയുമായ അഭിഷേക് മനു സിംഗ്വിയുടെയും നേതൃത്വത്തിൽ ചേരുന്ന യോഗത്തിൽ കേസിനെ നിയമപരമായി നേരിടുന്നതിനൊപ്പം തുടർ പ്രതിഷേധങ്ങളും ചർച്ചയാകും. ജനറൽ സെക്രട്ടറിമാർ, സംസ്ഥാന ചുമതലയുള്ളവർ, യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവരോട് യോഗത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അഹമ്മദാബാദിലെ സമ്മേളനത്തിന് പിന്നാലെയുള്ള ED നീക്കം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ വിലയിരുത്തൽ. സമ്മേളന തീരുമാനപ്രകാരം സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികളുമായി പാർട്ടി മുന്നോട്ടു പോകുമ്പോൾ കേസെടുത്ത് ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും ആരോപണമുണ്ട്. ഏപ്രിൽ 25-ന് കേസ് കോടതി പരിഗണിക്കും. അതിനിടെ ഏപ്രിൽ 21, 22 തീയതികളിൽ രാഹുൽ ഗാന്ധി അമേരിക്കയിലെ ബ്രൗൺ യൂണിവേഴ്സിറ്റി സന്ദർശിക്കും. വിദ്യാർത്ഥികളും അധ്യാപകരുമായും സംവദിക്കും. വിനീത VG, 24, ഡൽഹി. മുനമ്പം ജനത നിയമപോരാട്ടം തുടരണമെന്ന കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജുവിന്റെ പ്രതികരണത്തിന് പിന്നാലെ ക്രൈസ്തവ സഭയിൽ ചുവടുമാറ്റം. പ്രശ്നപരിഹാരം സർക്കാർ മനഃപൂർവ്വം വൈകിപ്പിക്കുന്നു എന്ന് കരുതുന്നില്ലെന്ന് കോഴിക്കോട് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ പറഞ്ഞു. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ BJPയെ വിമർശിച്ച് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പ്രാംബ്ലാനിയും രംഗത്തെത്തി. അതിനിടെ വഖഫ് നിയമ ഭേദഗതിയെ പിന്തുണച്ച് കാസ സുപ്രീം കോടതിയെ സമീപിച്ചു. വഖഫ് ഭേദഗതി ബിൽ പാസാക്കാൻ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾ പാർലമെന്റിൽ വോട്ട് ചെയ്യണമെന്ന് കത്തോലിക്ക മെത്രാൻ സമിതി ആഹ്വാനം ചെയ്തിരുന്നു. നിയമ ഭേദഗതി മുനമ്പം ജനതയെ സഹായിക്കുമെന്ന പ്രതീക്ഷയായിരുന്നു സഭകൾക്കും. എന്നാൽ ബിൽ പാസാക്കിയ ശേഷം കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജുവിന്റെ പ്രതികരണം സഭയ്ക്കുള്ളിൽ ആശയക്കുഴപ്പമുണ്ടാക്കി. ഈ സാഹചര്യത്തിലാണ് കോഴിക്കോട് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന്റെ പ്രതികരണം. ഇത്രയും വലിയൊരു പ്രശ്നം പരിഹരിക്കപ്പെടാനല്ല ഓരോ ഗവൺമെന്റും ആഗ്രഹിക്കുക. കാരണം അത് പരിഹരിക്കുന്നത് ഒരു ഗവൺമെന്റിന് ഒരു മൈലേജ് കൂടെയല്ലേ. അപ്പോൾ മനഃപൂർവ്വം ഇത് മാറ്റിവെച്ച് അത് തടസ്സപ്പെടുത്തുകയാണെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് വന്നാലും കോർട്ട് ഇടപെട്ടത് കാരണം കോർട്ടിന്റെ വിധിയായിരിക്കും അന്തിമ വിധി. ജബൽപൂരിലും മണിപ്പൂരിലും ഉൾപ്പെടെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ BJP വിമർശിച്ച് സിറോ മലബാർ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി. ഡൽഹിയിൽ കുരിശിന്റെ വഴിക്ക് അനുമതി നിഷേധിച്ച നടപടിക്കും വിമർശനം. എത്രയോ മിഷണറിമാര് സുവിശേഷത്തെ പ്രതി ക്രിസ്ത്യാനി ആയതിന്റെ പേരിൽ പീഡ അനുഭവിക്കുന്നത് നാം കാണുന്നുണ്ട്. ക്രൈസ്തവ മേലധ്യക്ഷന്മാർ ദുഃഖവെള്ളി സന്ദേശത്തിൽ മുനമ്പം പരാമർശിച്ചെങ്കിലും കടുത്ത നിലപാടിലേക്ക് കടന്നില്ല. എന്നാൽ വഖഫ് നിയമ ഭേദഗതിയെ പിന്തുണച്ച് കാസ സുപ്രീം കോടതിയെ സമീപിച്ചു. വഖഫ് ഭേദഗതി നിയമം മുനമ്പം നിവാസികളെ സംബന്ധിച്ചിടത്തോളം നിർണായകമെന്ന് ക്രിസ്ത്യൻ അലയൻസ് ആൻഡ് അസോസിയേഷൻ ഫോർ സോഷ്യൽ ആക്ഷൻ. മുനമ്പം വിഷയത്തിൽ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന്റെ നിലപാടിനെ CPIM സ്വാഗതം ചെയ്തു. 24, തിരുവനന്തപുരം. പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസ് മുർഷിദാബാദിലെ സംഘർഷബാധിത മേഖല സന്ദർശിച്ചു. വിഷയം രാഷ്ട്രീയവൽക്കരിക്കാൻ BJPക്ക് അവസരം നൽകുകയാണ് ഗവർണറെന്ന് തൃണമൂൽ കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ദേശീയ വനിതാ കമ്മീഷൻ സംഘം കലാപബാധിതരിൽ നിന്നും മൊഴിയെടുത്തു. ന്യൂനപക്ഷ മുസ്ലിം ജനതയെ ഇന്ത്യ സംരക്ഷിക്കണമെന്ന ബംഗ്ലാദേശിന്റെ പരാമർശം വിദേശകാര്യ മന്ത്രാലയം തള്ളി. പശ്ചിമബംഗാളിലെ കലാപബാധിത മേഖലകളിലെ സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്താനാണ് ഗവർണർ CV ആനന്ദബോസിന്റെ സന്ദർശനം. കൊൽക്കത്തയിൽ നിന്നും ട്രെയിൻ വഴി മാൾഡയിലെത്തിയ ഗവർണർ കലാപത്തിന്റെ ഇരകളുമായി സംസാരിച്ചു. സാഹചര്യങ്ങൾ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിക്കുമെന്ന് ഗവർണർ. ഇനിയും ഫീൽഡിൽ പോയി കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഉചിതമായ ശുപാർശകളോടുകൂടി റിപ്പോർട്ട്
കേന്ദ്ര ഗവൺമെൻറ്റിന് സമർപ്പിക്കും. അതുപോലെ തന്നെ ആവശ്യമായ നിർദ്ദേശങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റിനും നൽകുന്നതായിരിക്കും. ആർക്കും ഈ ക്യാമ്പിൽ ഉള്ള ആർക്കും ഗവർണറെ നേരിട്ട് എപ്പോഴും വിളിക്കാൻ പ്രത്യേക നമ്പറും കൊടുത്തിട്ടുണ്ട്. കോടതി വിലക്കിയിട്ടും തന്റെ പദവി ദുരുപയോഗം ചെയ്താണ് ഗവർണറുടെ സന്ദർശനമെന്നും വിഷയം രാഷ്ട്രീയവൽക്കരിക്കാൻ BJPക്ക് അവസരം നൽകുകയാണ് ഗവർണറെന്നും തൃണമൂൽ കോൺഗ്രസ് വിമർശിച്ചു. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ് രഹത്തക്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘവും കലാപബാധിതരിൽ നിന്നും മൊഴിയെടുത്തു. കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കൽക്കട്ട ഹൈക്കോടതി 3-അംഗ സമിതി രൂപീകരിച്ചു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റി എന്നിവയിലെ പ്രതിനിധികൾ ഉൾപ്പെട്ടതാണ് സമിതി. സ്ഥിതിഗതികൾ ശാന്തമാകും വരെ കേന്ദ്രസേനാ വിന്യാസം തുടരണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ന്യൂനപക്ഷ മുസ്ലിം ജനതയെ ഇന്ത്യ സംരക്ഷിക്കണമെന്ന ബംഗ്ലാദേശ് സർക്കാർ വക്താവ് ഷഫീഖുൽ ആലം നടത്തിയ പരാമർശം ഇന്ത്യ തള്ളി. സ്വന്തം രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ ബംഗ്ലാദേശ് ശ്രദ്ധിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രതികരിച്ചു. 24 ഡൽഹി. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നാളെ അവസാനിക്കാനിരിക്കെ സമരരംഗത്തുള്ള 3 വനിതാ CPO ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടെ 45 പേർക്ക് നിയമന ശുപാർശ. വിവിധ വിഭാഗങ്ങളിലായി 45 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തതോടെയാണ് നിയമന ശുപാർശ ലഭിച്ചത്. അതേസമയം അർഹതപ്പെട്ടവർക്ക് നിയമനം നൽകിയെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെ ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന 45 പേർക്കാണ് അഡ്വൈസ് മെമ്മോ ലഭിച്ചത്. പുതിയതായി രൂപീകരിച്ച പോക്സോ വിങ്ങിലും പോലീസ് അക്കാദമിയിലും വന്ന ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തത്. അതേസമയം നിയമന ശുപാർശ കിട്ടാത്തവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുകയാണ്. പ്രതീകാത്മക ബാലറ്റ് പെട്ടിയിൽ വോട്ട് ചെയ്താണ് ഇന്നത്തെ പ്രതിഷേധം. ഞങ്ങളുടെ കൂട്ടത്തിലാകെ 3 പേർക്ക് മാത്രമേ അഡ്വൈസ് മെമ്മോ ലഭിച്ചിട്ടുള്ളൂ. സമരം ചെയ്തവരിൽ 3 പേർ മാത്രമേ ഉള്ളൂ. ഗവൺമെൻറ് അനുകൂലമായ ഒരു നടപടി എടുക്കുമായിരിക്കും. കാരണം അവർക്ക് സത്യമൊക്കെ അറിയാമല്ലോ. നമ്മളുടെ വേദന അവർ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു ക്യാബിനറ്റിൽ തീരുന്നതല്ലല്ലോ ഈ ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും. കഴിഞ്ഞ 17 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിവിധ സമരമുറകളുമായി പ്രതിഷേധത്തിലാണ് വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സ്. നാളെയാണ് 967 പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുക. ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷ അവസാനിച്ചു. കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തലയും VM സുധീരനും സമരക്കാരെ സന്ദർശിച്ചു. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ പൊഴിമുറിക്കുന്നതിൽ തിടുക്കം വേണ്ടെന്ന് സർക്കാർ. പ്രതിഷേധക്കാരെ അനുനയിപ്പിച്ച ശേഷം മാത്രം തുടർ നടപടിയെന്നാണ് സർക്കാർ തീരുമാനം. അതിനിടെ 5 പ്രദേശത്തെ വീടുകളിലേക്ക് ഉള്ള വഴികളിൽ വെള്ളം കയറി. മുതലപ്പൊഴിയിൽ അഴിമുഖം മണൽ മൂടിയ പ്രതിസന്ധിയിൽ കരുതലോടെ ഇടപെടാൻ സർക്കാർ തീരുമാനം. പൊഴി മുറിക്കുന്നതിന് മുൻപ് സമരക്കാരുമായി വീണ്ടും ചർച്ച നടത്തും. പ്രദേശവാസികളെ വിശ്വാസത്തിലെടുത്ത ശേഷം മാത്രം തുടർ നടപടി കൈക്കൊള്ളും. സംഘർഷ സാധ്യത കൂടി പരിഗണിച്ചാണ് സർക്കാരിൻ്റെ പിന്നോട്ടുപോക്ക്. പൊഴിമുറിക്കുന്നത് എന്തിനെന്ന് മത്സ്യത്തൊഴിലാളികളോട് വിശദീകരിക്കും. വള്ളങ്ങൾ കടന്നുപോകും വിധം പൊഴിമുറിക്കാമെന്ന് ഫിഷറീസ് വകുപ്പ് ഉറപ്പു നൽകി. പോലീസ് ഇടപെടൽ സ്ഥിതി വഷളാക്കുമെന്നാണ് വിലയിരുത്തൽ. പൊഴിമുറിച്ചില്ലെങ്കിൽ സമീപത്തെ 5 പഞ്ചായത്തുകളിൽ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ പരിഹാരമാർഗവും സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഇതിനിടെ 5 തെങ്ങ് കെട്ടുപുര പ്രദേശത്ത് പുരയിടങ്ങളിലും വീടുകളിലേക്കുള്ള വഴികളിലും വെള്ളം കയറി. ഇന്നലെ പെയ്ത മഴയിലായിരുന്നു വെള്ളം കയറിയത്. എത്രയും വേഗം പുതിയ ഡ്രഡ്ജർ കൂടി എത്തിച്ച പ്രശ്നം പരിഹരിക്കാനാണ് സർക്കാർ നീക്കം. 24 തിരുവനന്തപുരം. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും സ്മരണ പുതുക്കി ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ കുരിശിന്റെ വഴിയും പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും നടന്നു. മുനമ്പം, ലഹരി, വന്യജീവി ആക്രമണം തുടങ്ങിയ വിഷയങ്ങൾ സൂചിപ്പിച്ചായിരുന്നു മതമേലധ്യക്ഷന്മാരുടെ ദുഃഖവെള്ളി സന്ദേശം. ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. മനുഷ്യകുലത്തിന്റെ പാപം ചുമലിലേറ്റി യേശുക്രിസ്തു കുരിശിലേറിയെന്നാണ് വിശ്വാസം. അനന്തമായ സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും സന്ദേശം പകർന്ന വിശുദ്ധ ദിനം. പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ പുതുക്കി ക്രൈസ്തവ ലോകം ദുഃഖവെള്ളിയുടെ സന്ദേശം പങ്കിടുകയാണ്. ദേവാലയങ്ങളിൽ കുരിശിന്റെ വഴി പ്രദക്ഷിണവും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. എറണാകുളം ക്യൂൻ മേരീസ് ദേവാലയത്തിലെ ശുശ്രൂഷകൾക്ക് സീറോ മലബാർ സഭാധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് റഫേൽ തട്ടിൽ നേതൃത്വം നൽകി. കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ നിന്നുള്ള കുരിശിന്റെ വഴിക്ക് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ നേതൃത്വം നൽകി. തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് പള്ളിക്ക് മുന്നിൽ നിന്നുള്ള സംയുക്ത കുരിശിന്റെ വഴി ചടങ്ങുകൾക്ക്
ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയും സിറോ മലങ്കര സഭാധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസൂലിയസ് മാർ ക്ലിമീസും സന്ദേശം നൽകി. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയാകുന്ന മലയോര ജനതയുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്ന ആളുകൾ ഓണറേറിയവും വിരമിക്കൽ ആനുകൂല്യങ്ങളും ആവശ്യപ്പെട്ട് നിരാഹാര സമരം നടത്തുന്ന ആശാപ്രവർത്തകർ, ഇവരോടൊപ്പം ചേരാനും ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കുമോ? ബുദ്ധി നശിച്ചുപോയ, ഒന്നിനോടും പ്രതികരിക്കുവാൻ ശേഷിയില്ലാത്ത ഒരു തലമുറയെ അവശേഷിപ്പിക്കുന്നതിന് ഗൂഢസംഘങ്ങൾ ലഹരിയുമായി നമ്മുടെ വീടിന്റെ മുൻപിലും കലാലയങ്ങളുടെ മുൻപിലും പൊതുസ്ഥലത്തും അഴിഞ്ഞാടുമ്പോൾ ക്രൂശ് ഉയർത്തി നമുക്ക് പറയാം. കോട്ടയം മണർക്കാട് മാർത്തമറിയം പള്ളിയിൽ ദുഃഖവെള്ളി ശുശ്രൂഷകൾക്ക് യാക്കോബായ സുറിയാനി സഭാധ്യക്ഷൻ ബസൂലിയസ് ജോസഫ് കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കോട്ടയം വാഴൂർ സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസൂലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയും ശുശ്രൂഷകൾ നൽകി. മലയാറ്റൂർ ഉൾപ്പെടെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഒഴുകിയെത്തിയത്. ന്യൂസ് ഡെസ്ക് 24. തൊടുപുഴ തുമ്മൻകുത്തിൽ വനം വകുപ്പ് കുരിശു പൊളിച്ച സ്ഥലത്ത് കുരിശിന്റെ വഴിയുമായി വിശ്വാസികളെ വനം വകുപ്പും പോലീസും തടഞ്ഞു. 500ഓളം വിശ്വാസികളാണ് കുരിശിന്റെ വഴിയുമായി തർക്കസ്ഥലത്തേക്ക് എത്തിയത്. വനഭൂമിയിൽ അതിക്രമിച്ച് കയറിയതിന് നിയമ നടപടി ഉണ്ടാകുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിനെതിരായ പരാതി നിയമമന്ത്രാലയം പേഴ്സണൽ മന്ത്രാലയത്തിന് കൈമാറി. മനുഷ്യാവകാശ പ്രവർത്തക ടീസ്റ്റർ സത്തൽവാദിന് വഴിവിട്ട് സഹായിക്കാൻ പദവി ദുരുപയോഗം ചെയ്തു എന്നാണ് പരാതി. ഹൈക്കോടതി മുൻ ജഡ്ജി മഹേഷ് കുമാർ രാഷ്ട്രപതിക്ക് നൽകിയ പരാതിയിലാണ് ഈ നീക്കം. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ബൽറാം, എന്തൊക്കെയാണ് ഇനിയുള്ള നടപടികൾ? ഇതിപ്പോൾ അന്വേഷണം, CBI അന്വേഷണം ആവശ്യപ്പെട്ടാണല്ലോ ഈ പരാതി നൽകിയിരിക്കുന്നത്. അതിൽ തുടർ നടപടി ഉണ്ടാകുമെന്നാണോ നമ്മൾ കരുതേണ്ടത്? വിജയകുമാർ, ഒരു അസാധാരണ സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ തുടർ നടപടികൾ എന്നുള്ളത് വലിയ നിയമ കൂടിയാലോചനകൾക്ക് ശേഷമായിരിക്കും ഈ വിഷയത്തിൽ സാധ്യമാകുക. ഈ മുൻ ഹൈക്കോടതി ജഡ്ജി ആണ് ഈ വിഷയത്തിൽ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസിനെതിരെ ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത്. മുൻപ് ഇത്തരത്തിൽ ഒരു പരാതിയോ ഒരു അന്വേഷണമോ ഉണ്ടാകേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നിയമവിദഗ്ധർക്ക് മുന്നിലുള്ള ഒരു പ്രധാന പ്രതിസന്ധി എന്നുള്ളത്. ഈ പരാതി എന്തായാലും നിയമ മന്ത്രാലയം പേഴ്സണൽ മന്ത്രാലയത്തിന് കൈമാറിയിട്ടുണ്ട്. തുടർ നടപടികൾക്കായി വിഷയത്തിൽ CBI അന്വേഷണം അടക്കമുള്ള കാര്യങ്ങളിൽ പേഴ്സണൽ മന്ത്രാലയം നിയമവിദഗ്ധരുമായി കൂടിയാലോചന നടത്തിയ ശേഷമായിരിക്കും തീരുമാനം എടുക്കുക. ആന്ധ്ര ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച ജഡ്ജി രാകേഷ് കുമാറാണ് ഈ പരാതിക്കാരൻ എന്നുള്ളത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി DY ചന്ദ്രചൂഡ് പ്രവർത്തിക്കുന്ന സമയത്ത് ടീസ്റ്റർ സത്തൽവാദിന് ജാമ്യം ലഭിക്കുന്നതിനായി വഴിവിട്ട സഹായം ചെയ്തു, പദവി ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. 2024 നവംബർ 8-നാണ് ഈ പരാതി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന തീയതി എന്നുള്ളത് 2023 ജൂലൈ 1-ന് ടീസ്റ്റർ സത്തൽവാദ് അറസ്റ്റിലാവുകയും തുടർന്ന് ജാമ്യത്തിനായി സെഷൻസ് കോടതിയെ സമീപിച്ച് സെഷൻസ് കോടതി ജാമ്യം തള്ളി. ഗുജറാത്ത് ഹൈക്കോടതിയും ഈ ടീസ്റ്റയുടെ ജാമ്യാപേക്ഷ തള്ളിയ അതേ ദിവസം തന്നെ, അതൊരു ശനിയാഴ്ചയായിട്ട് പോലും ഇവർക്ക് ജാമ്യം ലഭിക്കുന്നതിനായി അല്ലെങ്കിൽ ഇവരുടെ ഹർജി പരിഗണിക്കുന്നതിനായി പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് പദവി ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള വഴിവിട്ട സഹായമാണ് എന്നും അഴിമതി വിരുദ്ധ നിയമം അനുസരിച്ച് CBI അന്വേഷണം നടത്തണം എന്നുമാണ് ഈ പരാതിക്കാരൻ ചൂണ്ടിക്കാണിക്കുന്നത്. കൂടാതെ വളരെ ഗൗരവതരമായ കുറ്റങ്ങൾ, വ്യാജ തെളിവുകൾ സർക്കാരിനെതിരെ സൃഷ്ടിച്ചതടക്കമുള്ള കുറ്റങ്ങൾ നേരിടുന്ന ഒരാൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ വഴിവിട്ട് സഹായം ചെയ്തത് എന്നുമാണ് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ പരാതി പേഴ്സണൽ മന്ത്രാലയത്തിന് മുന്നിലാണ്. തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് പേഴ്സണൽ മന്ത്രാലയമാണ്. വിജയകുമാർ. സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിനെതിരായ പരാതി നിയമമന്ത്രാലയം പേഴ്സണൽ മന്ത്രാലയത്തിന് കൈമാറിയിരിക്കുകയാണ്. ടീസ്റ്റർ സത്തൽവാദിന് ജാമ്യം ലഭിക്കാൻ ചട്ടവിരുദ്ധമായി ഇടപെട്ടു
എന്നതാണ് പരാതിയിൽ പറയുന്നത്. ഹൈക്കോടതി മുൻ ജഡ്ജി മഹേഷ് കുമാർ രാഷ്ട്രപതിക്ക് നൽകിയ പരാതിയിലാണ് നടപടി. അസാധാരണ സാഹചര്യമാണ്, കീഴ്വഴക്കങ്ങളില്ലാത്തതുകൊണ്ട് ഇതിലെന്ത് തുടർ നടപടി ഉണ്ടാകുമെന്നതിൽ നിയമവിദഗ്ധർക്കിടയിൽ പോലും ഒരു ധാരണയില്ല എന്നാണ് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന കേരള യാത്ര പര്യടനം തുടരുന്നു. VPS Lakeshore presents SKN40, presented by VPS Lakeshore, co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning App, Indian Institute of Commerce, Lakshya, Leela Ravis. Celebrating partners, Joya Lucas, Jain Deemed to be University Kochi, Crown Plaza, Kochi. VKC Dibon, Swayamvara Silks, NIMS, a unit of NI Educational Trust, MGM Group of Educational Institutions, Medimix, Rich Max Finvest, Region Care, Benny's Royal Tours Private Limited, Pyramid Agro Multi-State Cooperative Society Limited, G-Tech Computer Education, Milma, New Rajasthan Marbles. SKN40 കേരള യാത്രയുടെ കണ്ണൂർ ജില്ലാ പര്യടനം അവസാനിച്ചു. ലഹരി വിപത്തിനെതിരെ നാടൊന്നാകെ 24-നൊപ്പം കൈകോർത്തതാണ് കണ്ണൂരിലെ കാഴ്ച. നാളെ കാസർഗോഡ് ജില്ലയിലാണ് പര്യടനം. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച മോർണിംഗ് ഷോയിലെത്തിയത് നിരവധി അമ്മമാർ. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി രൂപീകരിച്ച മദേഴ്സ് ആർമിയാണ് യാത്രയോടൊപ്പം ചേർന്നത്. പ്രകൃതി ദുരന്തത്തെ പോലെ തന്നെ പ്രളയം എല്ലാത്തിനും ഏറ്റവും ആഫ്റ്റർ എഫക്റ്റ് അമ്മമാരിലാണ്. നമ്മൾ കണ്ടു അമ്മമാർ സ്റ്റേഷനിലേക്ക് പോകുന്ന അമ്മമാർ ഈ ലഹരി കേസിൽ കുട്ടികളെ അപ്പോൾ അത്തരം അവരെ തന്നെ അവരൊപ്പം ഈ കുട്ടികളെയും കൂടെ എങ്ങനെ മാറ്റിയെടുക്കും. അതുപോലെ തന്നെ വളർന്നു വരുന്ന തലമുറയാണ് നമുക്ക് വേണ്ടത് ഇനി. അപ്പോൾ ആ മക്കളെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരെയും കടമയാണ്. മക്കൾ നല്ല നിലയിലെത്തട്ടെ. തുടർന്ന് യാത്രയെത്തിയ ധർമ്മശാലയിൽ സ്ത്രീകളും കുട്ടികളും അടക്കം 100 കണക്കിന് പേർ ഒഴുകിയെത്തി. ലഹരി വിരുദ്ധ സന്ദേശമുണർത്തിയ കലാപരിപാടികളും അരങ്ങേറി. ചെറുതാഴം സെന്ററിൽ നടന്ന പരിപാടി ലഹരി വ്യാപനത്തിനെതിരെയുള്ള താക്കീതായി. എല്ലാവരും ഈ നാട് ഒറ്റക്കെട്ടായി ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് പോരടിക്കേണ്ട ഒന്നാണ് ലഹരി. ആ ലഹരിക്കെതിരായ പോരാട്ടത്തിന് 24 SKN നടത്തുന്ന പ്രവർത്തനത്തിന് എല്ലാ പിന്തുണയും ഈ കല്യാശ്ശേരിയും അതോടൊപ്പം തന്നെ ഈ ചെറുതാഴവും ഇതിനോടകം തന്നെ അറിയിച്ചു. മാട്ടൂൽ മൻഷാ ക്യാമ്പസിലെ വിദ്യാർത്ഥികളും മതപണ്ഡിതരും യാത്രയുടെ ഭാഗമായി. വൈകിട്ട് മാട്ടൂൽ സെൻട്രൽ ബീച്ചിലെത്തിയ SKN40 സംഘത്തിനൊപ്പം ചേരാൻ ഒരു നാടൊന്നാകെ കടലോരത്തെത്തി. ലഹരി മാഫിയക്കെതിരെ ശക്തമായി പൊരുതുന്ന ധീര കൂട്ടായ്മയ്ക്കൊപ്പം ചേർന്നായിരുന്നു പരിപാടി. നൂറ് ശതമാനവും രക്തം കിരിയുന്ന ആത്മാർത്ഥതയിൽ ഞങ്ങൾ പറയുന്നു. ഈ ലഹരി മാഫിയകൾ, ഈ ലഹരി സംഘങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊലയ്ക്ക് കൊടുക്കും, നമ്മുടെ കുട്ടികളെ ഇല്ലാതാക്കും. നമ്മുടെ അണുകുടുംബത്തിൽ 1-2 കുഞ്ഞുങ്ങളുള്ള നമ്മുടെ കുടുംബത്തിൻ്റെ തായ് വേര് അറുത്തു വീഴ്ത്താനുള്ള ഈ ഭീകര സംഘങ്ങളെ അവൻ്റെ നാരായ പേര് പിഴുതെടുക്കുന്നത് വരെ ഈ സമര പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. പയ്യന്നൂരിലായിരുന്നു കണ്ണൂർ ജില്ലയിലെ യാത്രയുടെ സമാപനം. 24 ഏറ്റെടുത്ത സാമൂഹിക ദൗത്യത്തിൽ പയ്യന്നൂർ ജനതയും കണ്ണിചേർന്നു. SKN40 കേരള യാത്ര നാളെ കാസർഗോഡ് ജില്ലയിൽ പ്രവേശിക്കും. 24 കണ്ണൂർ. മലപ്പുറം തിരൂരങ്ങാടിയിൽ മദ്യലഹരിയിൽ അയൽവാസികൾക്ക് നേരെ കൊലവിളി നടത്തിയ യുവാവ് അറസ്റ്റിലായി. അരീക്കോട് കഞ്ചാവ് ചെടികളുമായി ഇതര സംസ്ഥാന തൊഴിലാളിയെ പിടികൂടി. ലഹരിയെക്കുറിച്ച് വിവരം ലഭിച്ചാൽ എക്സൈസ് സ്വന്തം നിലയിൽ പരിശോധന നടത്തുമെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. പൂക്കാട്ടുപടിയിലെ വീട്ടിൽ നിന്ന് 8 കിലോ കഞ്ചാവാണ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയത്. 5 കിലോ കഞ്ചാവുമായി ഒഡീഷയിൽ നിന്നുള്ള കഞ്ചാവ് കൃഷിക്കാരും കൊച്ചി നാർക്കോട്ടിക് സെല്ലിന്റെ പിടിയിലായി.
മലപ്പുറം അരീക്കോട് 1 കിലോ കഞ്ചാവും കഞ്ചാവ് ചെടികളുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിലായിട്ടുണ്ട്. ആസാം നാഗോൺ സ്വദേശി മുഹമ്മദ് ഹനീഫയാണ് അറസ്റ്റിലായത്. ലഹരിയുമായി ബന്ധപ്പെട്ട് വിവരം ലഭിച്ചാൽ എക്സൈസ് സ്വന്തം നിലയിൽ പരിശോധന നടത്തുമെന്ന് മന്ത്രി MP രാജേഷ്. എവിടെയാണെങ്കിലും ലഹരി ഉപയോഗം നമുക്ക് അംഗീകരിക്കാനേ പറ്റുന്ന കാര്യമല്ല. ലഹരി സംബന്ധിച്ച് വിവരം കിട്ടിയാൽ എവിടെയാണെങ്കിലും പരിശോധനകൾ ഉണ്ടാവും. ഈ ഉയർന്നു വന്ന എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ വിവരങ്ങളിലും വന്ന ഇൻഫർമേഷൻസ് എല്ലാം വെച്ച് എക്സൈസിന്റെ പരിശോധനയും വിവരം തേടലും നടത്തും. മലപ്പുറം തിരൂരങ്ങാടിയിൽ മദ്യലഹരിയിൽ അയൽവാസികൾക്കു നേരെ കൊലവിളി നടത്തിയ ചെമ്മാട് മാനിപ്പാടം സ്വദേശി റാഫിയെ തിരൂരങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം പോത്തൻകോട് ലഹരി മാഫിയ സംഘം യുവാക്കളെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. കഞ്ചാവ് വിൽപ്പന പോലീസിൽ അറിയിച്ച് യുവാക്കളെയാണ് ആക്രമിച്ചത്. കോഴിക്കോട് വിലങ്ങാട് ആദിവാസി ഉന്നതികൾ കേന്ദ്രീകരിച്ച് മദ്യവിൽപ്പന നടത്തിയ വിലങ്ങാട് വാളംതോട് സ്വദേശി സത്യൻ, ചന്ദ്രൻ എന്നിവരെ അറസ്റ്റ് ചെയ്തു. പ്രതികളിൽ നിന്ന് 30 കുപ്പി മാഹി മദ്യം പോലീസ് പിടികൂടി. 24 കോഴിക്കോട്. കോട്ടയം നീറിക്കാട് അഭിഭാഷകയും മക്കളും മരിച്ച സംഭവത്തിൽ ഗുരുതര ആരോപണങ്ങളുമായി വീണ്ടും ബന്ധുക്കൾ. സമ്പത്തിന്റെയും നിറത്തിന്റെയും പേരിൽ ജിസ്മോൾ മാനസിക പീഡനം അനുഭവിച്ചിരുന്നു എന്നാണ് ആരോപണം. ഏറ്റുമാനൂർ പോലീസിന് നൽകിയ മൊഴിയിൽ പിതാവും സഹോദരങ്ങളുമാണ് ഇക്കാര്യം അറിയിച്ചത്. നിരന്തരമുള്ള ഗാർഹിക പീഡനമാണ് ജിസ്മോളെയും മക്കളായ നേഹ, നോറ എന്നിവരെയും മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നാണ് കുടുംബത്തിന്റെ പരാതി. ഇക്കാര്യങ്ങൾ ഏറ്റുമാനൂർ പോലീസിന് മുൻപാകെ നൽകിയ മൊഴിയിലും കുടുംബം ആവർത്തിച്ചു. സമ്പത്തിന്റെയും നിറത്തിന്റെയും പേരിലായിരുന്നു ഈ പീഡനങ്ങൾ മുഴുവനും നടന്നതെന്നും ഇവർ ആരോപിക്കുന്നു. ഞങ്ങളുടെ ജിമ്മിയുടെ സഹോദരിമാർക്ക് അവർ ഇത്ര വെച്ച് കൊടുത്തിട്ടുണ്ട്, അത്ര ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ ചേച്ചിയുടെ കളറിന്റെ പേര് പറഞ്ഞ് കുറേ നേരം ആക്ഷേപിച്ചിട്ടുണ്ട് അമ്മായിമ്മ. പിന്നെ സഹോദരിമാരെല്ലാം നല്ല രീതിയിൽ ഉപദ്രവം ഉണ്ടായിരുന്നു. പിതാവ് തോമസിന്റെയും സഹോദരങ്ങളായ ജിറ്റോയുടെയും ടിസ്മോളുടെയും മൊഴി പോലീസ് വിശദമായി രേഖപ്പെടുത്തി. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് ഏറ്റുമാനൂർ പോലീസ് കേസെടുത്തിട്ടുള്ളത്. കുടുംബത്തിന്റെ മൊഴി പരിശോധിച്ച് കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് FIRൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കാനാണ് തീരുമാനം. ഇതിനിടെ പൈങ്കുളം സെന്റ് മേരീസ് ജ്ഞാനായ പള്ളിയിൽ നാളെ 3 മണിക്ക് സംസ്കാരം നടത്താൻ ബന്ധുക്കൾ തീരുമാനിച്ചു. ഭർത്താവിന്റെ ഇടവകപ്പള്ളിയുടെ പാരിഷ് ഹാളിൽ 1 മണിക്കൂർ പൊതുദർശനവും ഉണ്ടാകും. 24 കോട്ടയം. കണ്ണൂർ സർവകലാശാല നടത്തിയ BCA 6ാം സെമസ്റ്റർ പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നു. കഴിഞ്ഞ മാസം 18 മുതൽ ഏപ്രിൽ 2 വരെ നടത്തിയ പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ കാസർഗോഡ് പാലക്കുന്ന് ഗ്രീൻവുഡ് കോളേജിൽ നിന്നാണ് ചോർന്നതെന്ന് സർവകലാശാല കണ്ടെത്തി. പ്രിൻസിപ്പലിന് ഇമെയിൽ വഴി അയച്ച ചോദ്യപേപ്പർ വാട്സാപ്പിലൂടെ ചോർത്തിയെന്ന് ആരോപിച്ച് സർവകലാശാല പോലീസിന് പരാതി നൽകി. ഈ മാസം 2-ന് സെൽഫ് ഫിനാൻസിംഗ് സ്ഥാപനമായ ഗ്രീൻവുഡ് കോളേജിലെ പരീക്ഷാ ഹാളിൽ സർവകലാശാല സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് ചോദ്യപേപ്പർ ചോർന്നതായി കണ്ടെത്തിയത്. വിദ്യാർത്ഥികളുടെ വാട്സാപ്പിൽ നിന്നാണ് ചോദ്യപേപ്പറിന്റെ ചിത്രങ്ങൾ കണ്ടെത്തിയത്. പരീക്ഷയുടെ 2 മണിക്കൂർ മുൻപ് പ്രിൻസിപ്പലിന്റെ ഇമെയിലിലേക്ക് അയച്ച ചോദ്യപേപ്പറാണ് ചോർന്നത്. പാസ്വേഡ് സഹിതം അയക്കുന്ന പേപ്പർ പ്രിൻസിപ്പലിന് മാത്രമാണ് തുറക്കാൻ അധികാരം. ഇത് പ്രിന്റ് ഔട്ട് എടുത്ത് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യണം. എന്നാൽ പരീക്ഷയ്ക്ക് മുൻപേ ചോദ്യപേപ്പറിന്റെ ചിത്രങ്ങൾ വിദ്യാർത്ഥികൾക്ക് വാട്സാപ്പിലൂടെ കിട്ടി. ഇതിനു പിന്നിൽ പ്രിൻസിപ്പൽ അടക്കമുള്ളവരെയാണ് സംശയിക്കുന്നത്. സർവകലാശാല കണ്ണൂർ കമ്മീഷണർക്കും ബേക്കൽ പോലീസിനും നൽകിയ പരാതിയിൽ അന്വേഷണം തുടങ്ങി. ആഭ്യന്തര അന്വേഷണത്തിന് സിൻഡിക്കേറ്റ് സബ് കമ്മിറ്റിയെയും സർവകലാശാല ചുമതലപ്പെടുത്തി. സബ് കമ്മിറ്റി ഗ്രീൻവുഡ് കോളേജിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. സർവകലാശാലയ്ക്ക് ഉടൻ റിപ്പോർട്ട് നൽകും. ഗ്രീൻവുഡ് കോളേജ് പ്രിൻസിപ്പലിനെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്നും അഫിലിയേഷൻ റദ്ദാക്കണമെന്നും KSU ആവശ്യപ്പെട്ടു. പ്രിൻസിപ്പൽ അടക്കമുള്ള മുഴുവൻ ആളുകളുടെയും ഒത്താശയോട് കൂടിയിട്ടല്ലാതെ ഇത് നടക്കില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ പ്രിൻസിപ്പൽ അടക്കമുള്ള ഇതിന് ഉത്തരവാദികളായിട്ടുള്ള മുഴുവൻ ആളുകളെയും പോലീസ് അറസ്റ്റ് ചെയ്യണമെന്നുള്ള ഒരു നിലപാടാണ് KSU ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെടുന്നുള്ളത്. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് കോളേജിലെ പരീക്ഷാ സെന്റർ സർവകലാശാല മാറ്റി. ബാക്കി പരീക്ഷകൾ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലാണ് നടത്തിയത്. 24 കണ്ണൂർ. ഇതോടെ വാർത്താമഴ അവസാനിക്കുന്നു.